ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്, നമ്മളൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നവരാണല്ലോ. നമ്മുടെ ഫോണിൽ എപ്പോഴും സ്റ്റോറേജ് പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അത് നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് അത് തിരഞ്ഞു പിടിച്ച് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് സൂക്ഷിച്ചും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് കൂട്ടിയെടുക്കാൻ കഴിയും. അത് എങ്ങനെയെന്ന് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പായിട്ട്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയുന്ന അറിവുകളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി നമ്മൾ നമ്മുടെ ഫോണിലെ ഫയൽസ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഈ കാണുന്ന ഫയൽസ് എന്ന് പറയുന്ന ഈ ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇത് ഫോണിൽ കാണാത്തവർക്ക് നിങ്ങൾ ഫയൽസ് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ അതൊന്നെങ്കിൽ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടി കാണിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഗൂഗിൾ ഫയൽസ് എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് അടിയിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഫയലുകളും കാണാൻ സാധിക്കും. ഡൗൺലോഡ്, ഇമേജ്, വീഡിയോസ്, ഓഡിയോ, ഡോക്യുമെൻറ്റ്, ആപ്സ്, ഇങ്ങനെ ഓരോ ഇതും നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ്, ഒതർ സ്റ്റോറേജ്, അങ്ങനെ നമുക്ക് ഓരോന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഫയലുകൾ ഇതേമാതിരി നമുക്ക് കാണാം. അത് രൂപത്തിൽ ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ ഇതേമാതിരി നമ്മളെ ഇതിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോന്നും ഇവിടെ എൻ്റെ വീഡിയോസിൽ 9.4 GB ഉണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോ ഫയൽസിനും കയറിയിട്ട് നമുക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ഇവിടെ ആപ്സിൽ കയറുക. അടിയിലത് കാണുന്നു, ആപ്സ് എന്ന് പറയുന്നത്. അതിൽ 48 GB യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലൊന്ന് കയറി നോക്കുക. ആപ്സ് എന്ന് പറഞ്ഞതിൽ കയറി നോക്കുകയാണ്. അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഇൻസ്റ്റാൾഡ് ആപ്പ്, സിസ്റ്റം ആപ്പ്, ആപ്പ് ഇൻസ്റ്റാൾ ഫയൽസ്, ഇങ്ങനെ ഓരോന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾഡ് ആപ്പുകളാണ് ഈ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ആപ്പുകൾ വേണ്ടാത്ത ആപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി അങ്ങനെ സ്റ്റോറേജ് ലാഭിക്കാം. പിന്നെ ആണ് സിസ്റ്റം ആപ്പുകൾ നമ്മൾ കൂടുതലും അങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ആപ്പ് ഇൻസ്റ്റാളേഷൻ ഫയൽ അതിൽ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ വാട്സപ്പ് എന്ന് പറയുന്ന ഇതിൽ വാട്സപ്പാണ് കൂടുതലും നമുക്ക് സ്റ്റോറേജ് ഫുള്ളാക്കുന്നത്. വാട്സപ്പിലാണ് നമുക്ക് സ്റ്റോറേജ് ഫുള്ളാക്കുക. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ കാണിക്കും. വാട്സപ്പിൻ്റെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വാട്സാപ്പിൻ്റെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ സ്റ്റോറേജ് യൂസേജ് എന്നുള്ളത് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലിയർ ഡാറ്റ എന്ന് കാണിക്കും, അവിടെ ക്ലിയർ ക്യാച്ച് എന്ന് കാണിക്കും. അതിൽ ക്ലിയർ ക്യാച്ച് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബാക്ക് വന്നിട്ട് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുകളിലെ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മൾ അടിയിൽ വന്നാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ
ഇങ്ങനെ കാണിക്കും, മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ മാനേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്തത് നമുക്ക് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്കിവിടെ ലാർജ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. ഇപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ഇതിൽ ഇല്ല. ഇപ്പോൾ ഇതിൽ ലാർജ് ഫയലുകളുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഇങ്ങനെ പോയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്താൽ ഒന്നായിട്ട് ഡിലീറ്റ് ആവും. അങ്ങനെ നമുക്ക് കുറച്ച് സ്റ്റോറേജ് കിട്ടും. പിന്നെ അതൊക്കെ അങ്ങനെ നമ്മൾ ഡിലീറ്റ് കൊടുത്താലൊക്കെ ട്രാഷിൽ പോയിട്ട് കിടക്കും. പിന്നെ അത് ഡിലീറ്റ് ചെയ്യേണ്ട ഇത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്താൽ നമ്മളുടെ ഓരോ ഗ്രൂപ്പുകൾ കാണിക്കും. ആ ഗ്രൂപ്പിലും ഒക്കെ നമുക്ക് ഇതേമാതിരി കയറിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്തത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വരിക, ഫയൽസ് ഓപ്പൺ ചെയ്യുക. ഫയൽസ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്ലീൻ സേവ്ഡ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലീൻ സേവ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എൻ്റേത് 512 GB 91.11 GB ഫുള്ളാണ്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണിക്കും ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ് മെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഈ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒറിജിനൽ ഫയൽ ഒന്ന് ഇതിലുണ്ട്, അതേമാതിരത്തെ 3 ഫയൽ വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ അടിയിൽ മൂവ് ടു ട്രാഷ് എന്ന് ഡിലീറ്റ് ചെയ്താൽ ട്രാഷിൽ പോയിട്ട് കിടക്കും. പിന്നെ അതുപോലെ അടിയിൽ ഓരോന്നോരോന്ന് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്പ്, അതും നമുക്ക് ഇവിടുന്ന് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കാണിക്കും. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ ഇവിടെ അങ്ങനെ കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പിന്നെ ഡിലീറ്റ് വിഡ്മാറ്റ് വേറെ സോഫ്റ്റ്വെയറിലുള്ള ഫോട്ടോസാണ് കാണിക്കുന്നത്, അത് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മളെ ഓഡിയോസ്, ഡിലീറ്റ് വിഡ്മാറ്റ് വീഡിയോസ്, ഡൗൺലോഡ് ഫയൽസ്, ഗൂഗിൾ പ്രൊട്ടക്റ്റ് ഈസ് ഓൺ, അത് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഓരോന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യണത് മൂവ് ടു ട്രാഷിൽ പോയിട്ട് കൊടുക്കും. പിന്നെ അത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ 91.13 GB ആണുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ ഡിലീറ്റായി. പിന്നെ ഞാൻ 1-2 ആപ്സുകൾ ഡിലീറ്റ് ചെയ്യാണ്. ഒന്ന് രണ്ട് ആപ്സുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ 1-2 ആപ്പുകൾ നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട്, എത്ര MB രണ്ടും കൂടി എത്ര ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ആവശ്യമുള്ളതൊക്കെ തിരഞ്ഞ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ ട്രാഷ് എന്ന് കാണിക്കുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിപ്പോൾ ഇവിടെ അവിടുന്ന് ഡിലീറ്റ് ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇവിടുന്ന് ഡിലീറ്റ് കൊടുത്താൽ അത് മുഴുവനായിട്ട് ഡിലീറ്റ് ആവുന്നതാണ്.
അപ്പോൾ എൻ്റെ ഇത് 91.04 GB ആണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് കാണുന്നത്. ഞാൻ കുറച്ച് ഡിലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ആവശ്യമുള്ളത് തിരഞ്ഞ് കുറച്ച് ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്ന് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സെലക്ട് ചെയ്ത് ഞാനിവിടെ 1.5 GB ഡിലീറ്റ് ചെയ്യാണ്. ഏകദേശം 1.5 GB ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് വന്നിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ 89.55 GB ആയി. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇത്ര സ്പേസ് കിട്ടി. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത ഫയലുകൾ തിരഞ്ഞ് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സ്പേസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ക്ലിയറായി എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.